Hi all, magic morning. മാജിക് മോർണിംഗ് എവിടെ എല്ലാരും Magic morning, magic morning. Magic morning. Okay. Magic morning. കഴിഞ്ഞോ? ഇല്ലല്ല, Magic ഒരുപാട് morning. പേരുണ്ടല്ലോ ഇതില്. ബാക്കി എല്ലാവരും ഇവിടെ എന്റെ Magic എല്ലാവരുടെയും morning. Magic morning. ഓക്കെ. Magic morning. ഓക്കെ. Magic morning. സോ എല്ലാരും ഹാപ്പി അല്ലേ? Yes. പിന്നെ അല്ലാതെ ഇന്ന് ഞാന് സ്പെഷ്യലായിട്ട് എന്താ പറയാ, ഞാൻ അത് ആലോചിക്കുന്നേ. റസാഖ് സാറ് സെഷൻ ആണ്. എല്ലാരും പോസ്റ്റർ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആ പോസ്റ്റർ കണ്ട സമയത്ത് ടോപ്പിക് ശ്രദ്ധിച്ചപ്പോ ഇത് എവിടുന്നാ ഇങ്ങനത്തെ ടോപ്പിക് ഒക്കെ കിട്ടുന്നതെന്നാ ഞാൻ ആലോചിച്ചത്. ടോപ്പിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പേരൊക്കെ എവിടുന്നാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള പേരല്ലേ? ഇത് എങ്ങനെ എവിടുന്ന് കിട്ടുന്നു എന്നാ ഞാൻ ആദ്യം ആലോചിച്ചത്. അതിന്റെ മീനിങ് എന്താന്നുള്ളത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് റസാഖ് സാറാണ് പറയാ. സോ റൈക്കി എന്നാണോ സാർ അത് പറയാ? എന്താ പറയാ? റൈക്കി. ഓക്കെ. അപ്പം ഇന്നത്തെ ടോപ്പിക് വരുന്നത് റൈക്കിയാണ്. ഒരു പേര് പോലെ അല്ലെ, ഒരാളെ വിളിക്കുന്ന പേര് പോലെ തോന്നുമെങ്കിലും അതെന്താന്നുള്ളത് റസാഖ് സാർ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റസാഖ് സാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. റസാഖ് സർ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? താങ്ക് യു. എന്തായാലും നമ്മളൊരു 21 ചലഞ്ച് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇന്നൊരു 21 ആളുകളാണ് നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിന് മുമ്പ് ഹിപ്നോട്ടിസം അതിനൊന്ന് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക് ചെയ്യാം, എപ്പോൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ അത് പഠിക്കാം, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മെൻ്റലിസം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആർക്കൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും, എന്താണ് അതിൻ്റെ ഉള്ളിലെ ട്രിക്കുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ മെൻ്റലിസത്തിൻ്റെ ഒരു 3 ട്രിക്ക്? എന്താണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് എല്ലാവരും മെൻ്റലിസം കാണിക്കുന്നത്. ഈ 3 മെത്തേഡ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമുക്കറിയാലോ എങ്ങനെയുണ്ട്. മണിസാറിന് ഓർമ്മ ഉണ്ടോ? മെന്റലിസം എന്ന് പറഞ്ഞത് ഒരു ട്രിക്കാണ്. ആ ട്രിക്കിന് വേണ്ട സംഗതികൾ ആദ്യം സ്വരൂപിച്ച് വെക്കണം. അതുപോലെ തന്നെ ആളെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കുക. മുമ്പേ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് വേണം ഒരിടത്തേക്ക് പോകാന്നുള്ളതാണ്. സാധനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ളതും സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ആളെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം പിന്നെ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ആ സാഹചര്യം അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കി. ഓക്കെ. പ്രീ ഷോ, അതായത് ഷോക്ക് മുമ്പ് പ്രീ ഷോ എന്നാണ് അതിന് പറയാം. അതേപോലെ പീക്കിങ് ഒളിഞ്ഞു നോട്ടം, വോയിസിങ് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആ രണ്ടൊരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏകദേശം എന്താണിത് സാധനം എന്നെങ്കിലും മനസ്സിലായി കഴിഞ്ഞു. ഇനി മറ്റൊരു സംഭവമാണ് റൈക്കി എന്ന്. റൈക്കി ഒരു വിധം ഹീലിംഗ് മെത്തേഡായിട്ടാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. ഹീലിംഗ് പറഞ്ഞാൽ സ്വയം ഹീല് ചെയ്യാം, മറ്റുള്ളവരെ ഹീല് ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ട് ഹീല് ചെയ്യാം, എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു തിയറി, ഒരു സംഭവമാണ് ഈ റൈക്കി. റൈക്കിയെ കുറിച്ച് കേട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? റൈക്കി എന്ന സംഭവം കേട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ?
അത് പ്രാണിക് ഹീലിംഗ് പോലെ ഒരു കേട്ടിട്ടുണ്ട് സർ. ഹീലിംഗ് ടെക്നിക്കാന്നറിയാം. യെസ്, അതെ കേട്ടിട്ടുണ്ട് സർ. കേട്ടിട്ടുണ്ട്. കൈ പ്രാണിക് കൊണ്ട് ഹീലിംഗ് തലയിൽ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നത്, ഓരോ പ്ലേസിലും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് എന്തോ വേദനയൊക്കെ കുറയുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതന്നെ അതാണ് സംഭവം. അപ്പൊ ഏകദേശം രൂപരേഖ കുറെ ആളുകൾക്ക് ഉണ്ട്. അതെ, പ്രസ് ചെയ്യുന്ന, എന്നാലും വലിയൊരു പ്രസ്സിങ് വേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന രീതി തന്നെയാണ് റൈക്കി. എന്നാൽ പ്രാണിക് ഹീലിംഗ് പ്രസ് ചെയ്യാതെ ചെയ്യുന്നതുമാണ്. പ്രാണിക് ഹീലിംഗ് നമുക്കൊക്കെ ചെയ്യാട്ടോ. പ്രാണിക് ഹീലിംഗ് നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ചെറിയ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്യാതെ കൊണ്ട് നടക്കുന്നത്. അതായത് ആ കൈ ഇങ്ങനെ കൊണ്ടുപോവാം, തല മുതൽ കാൽഭാഗം വരെ ടച്ച് ചെയ്യരുത്. അത് ഓറയെ ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് പ്രാണിക് ഹീലിംഗ്. ആള് നന്നായിരിക്കണം, എന്നാലേ രോഗം സുഖപ്പെടുള്ളൂ. അതുപോലെ തന്നെയാണ് റേക്കി ടച്ച് ചെയ്തിട്ടാണ്. ഈ ടച്ചിങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. ആർക്കെങ്കിലും അറിയാം ടച്ചിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരാളോട്, ഇപ്പൊ മുഫീദാനോട് ഞാൻ പറയാം സാരല്ല പോട്ടെ എന്ന് പറയുന്നതും അത് സാരല്ല എന്ന് പറഞ്ഞ് ടച്ച് ചെയ്ത് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇല്ലേ മണി സാറേ? അങ്ങനെയല്ലേ? ടച്ച് ചെയ്ത് പറയുന്നതും ടച്ച് ചെയ്യാതെ പറയുന്നതും വ്യത്യാസമുണ്ട്. അതെ, നമ്മള് ഷോൾഡറിൽ തട്ടിയിട്ട് പോട്ടെ സാരില്ല എന്ന് പറയുമ്പോ അവരെ ഷോൾഡറിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചിട്ട്, നമ്മളെ പഴയ കാലത്തൊക്കെ ഇല്ലേ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ പോയി നന്നായി വരൂ, ഇല്ലേ? തലയിലൊന്ന് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്തിട്ടാണ് പറയുന്നത്, നീ ഒന്ന് നന്നായി വരൂ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, പരീക്ഷയിൽ 1ാം റാങ്ക് നേരത്തെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നത് ടച്ച് ചെയ്തിട്ടാണ്. അങ്ങനെ ടച്ച് ചെയ്യുന്നൊരു രീതി കൂടിയാണ് റൈക്കി. റൈക്കി കരസ്ഥമാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശവൻചക്രാസ് പഠിക്കുകയാണ്. ശവൻചക്രാസ് മെഡിറ്റേഷൻ ആണ് ഇതിന്റെ ബേക്കിലുള്ള രഹസ്യം. അത് നമ്മളാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ റൈക്കി അവർ ടച്ച് ചെയ്യുന്നതും രോഗം സുഖപ്പെടുന്നതും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം, അയാള് ശവൻചക്രാസ് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ്, അതിലൊരു സംശയവും വേണ്ട. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എനർജി ശവൻചക്രാസ് മെഡിറ്റേഷൻ ആണ്. അതിന്റെ കളറുകൾ, ഇതളുകള്, മൂലമന്ത്രങ്ങൾ, മൂലമന്ത്രത്തിന്റെ ഉള്ളിലുള്ള രഹസ്യം, അഫർമേഷൻ, ഇതെല്ലാം അയാൾക്ക് അറിഞ്ഞിരിക്കണം ശരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, അയാളൊരു ശുദ്ധമായ ശരീരക്കാരനും ശുദ്ധമായ മനസ്സിന്റെയും ഉടമസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് രോഗങ്ങൾ എന്നല്ല ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. എന്തുകൊണ്ട്? അവിടെയുള്ള നമ്മളെ പ്രശ്നമല്ലേ? അപ്പോ ശവൻചക്രാസിനെ കുറിച്ച് ആർക്കെങ്കിലും കേട്ട് പരിചയമുണ്ടോ ഇതിനു മുമ്പ്? സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉണ്ട്. വിശദമായിട്ടില്ലെങ്കിലും ആ സംഭവം എന്താണെന്ന് നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. 7 ഊർജ ചക്രങ്ങളാണ്. ഊർജ ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ 7 ഒന്നല്ല ഊർജ ചക്രം ഉള്ളത്, ഒരുപാട് ഊർജ ചക്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 7 ഊർജ ചക്രങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ്. അപ്പൊ അതിന്റെ കുറിച്ച് കൂടുതൽ ആയങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. അപ്പോ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെയാണ് റൈക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, റൈക്കി ട്രീറ്റ്മെന്റ് പോയ ആളുകളുണ്ടെങ്കിൽ ആ റൈക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിയുടെ റൂമിലോ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കിലോ ശവൻചക്രാസിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും. ശവൻചക്രാസിന്റെ ഒരു ചിത്രം അവിടെ ഉണ്ടായിരിക്കും. കാരണം
അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇയാൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ നിറങ്ങളെയും ഈ വന്ന വ്യക്തിയുടെ നിറവും അതിൻ്റെ ഇതളുകള്, ഈ വന്ന വ്യക്തിയുടെ സാഹചര്യങ്ങള്, ഇവ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ ശരിക്ക് പഠിച്ച 1, 2, 3, 4 ലെവൽ അങ്ങനെ പോണം കേട്ടോ. റേക്കി ഒറ്റയടിക്ക് പഠിക്കാൻ കഴിയില്ല. ഒറ്റയടിക്ക് ആരും പഠിപ്പിച്ചു തരുമില്ല. അതിന്റെ ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, അങ്ങനെ മാസ്റ്റർ ഡിഗ്രിയിലേക്ക് പോകുന്ന ക്ലാസ്സുകൾ ഇന്ന് കേരളത്തിൽ സുലഭമാണ്, എല്ലായിടത്തും ഉണ്ട്. വേണമെങ്കിൽ ചെയ്യാവുന്നതുമാണ്. അതിന്റെ മാസ്റ്റർമാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ മാസ്റ്റർമാരെ കണ്ട് നേരിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഹീൽ ചെയ്യുകയാണ്, അല്ലേ? നമ്മളാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. നമ്മളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലേക്ക് പോകാം, മറ്റൊരാളെ ഹീൽ ചെയ്യുന്ന രൂപത്തിലാക്കാം. ഒന്നുമില്ല, ടച്ച് ചെയ്താൽ മതി. ആ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. തലയില്, നെറ്റിത്തടത്തില്, അതുപോലെ തന്നെ കവിളില്, തലയുടെ പിൻഭാഗത്ത്, തോളില്, നെഞ്ചില്, അങ്ങനെ ടച്ച് ചെയ്ത് വരുന്ന രീതിയാണ്. കയ്യിന്റെ മുട്ടില്, കാലിന്റെ മുട്ടില്, അങ്ങനെ എല്ലാ ശരീരഭാഗത്തും ഇത് ടച്ച് ചെയ്യുകയും ആ ടച്ച് ചെയ്ത ഭാഗങ്ങളിലുള്ള എനർജി ചക്രയെ ഊർജപ്പെടുത്തുകയാണ്. അല്ലാതെ ഒന്നല്ല. ആ ചക്രയെ ഒന്നുണ്ട് ചലിപ്പിക്കുകയാണ്, വേറെ ഒന്നും സംഭവിക്കണില്ല അവിടെ. അപ്പൊ എനർജി ചക്ര മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൽ മൊത്തം എനർജി പാസ് ചെയ്യുകയും അയാൾക്ക് എന്താവും? ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും, നെഗറ്റീവ് എനർജി നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് രോഗം സുഖപ്പെടുന്നത്. അപ്പൊ റൈക്കി മാസ്റ്റർമാർ ഇഷ്ടം പോലെ ചിലപ്പോൾ നമ്മളെ ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഞാൻ ഇതിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് കള്ളി പൊളിച്ചല്ല. എല്ലാവർക്കും ഇത് മനസ്സിലാക്കി റൈക്കി പഠിക്കാൻ വരണം. അവരൊക്കെ റൈക്കി പഠിക്കട്ടെ, എല്ലാവർക്കും സാന്ത്വനം നൽകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അതല്ലാതെ ഇതിനെ മോശമാക്കിയാനോ അല്ലെങ്കിൽ ഇതിന്റെ രഹസ്യം മൊത്തം ഇവിടെ പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ മാഷന്മാരെടുത്തുന്നതിനെ പഠിക്കണം. അവരെ നല്ല നല്ല ഗുരുനാഥന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ കണ്ട്, നേരിട്ട് കണ്ട്, അവരെ ദീക്ഷ വാങ്ങി പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ഈ സംഭവം ആർക്കും പഠിക്കാം. നമ്മൾ ക്ലീൻ ആണെങ്കിൽ മാത്രമേ മറ്റൊരാളെ ക്ലീൻ ആക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മൾ ക്ലീൻ അല്ലാതെ മറ്റൊരാളെ ക്ലീൻ ചെയ്യാൻ കഴിയുമോ? നമ്മളെ അടുത്ത് ഇല്ലാത്തൊരു വസ്തു ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സംഭവം, അതായത് പൈസ ആണെങ്കിലും ഒരു 50 രൂപ പോലും എടുക്കാൻ കഴിയാത്ത ഞാനെങ്ങനെ നിങ്ങൾക്ക് പൈസ തരാം? അല്ലെങ്കിൽ എൻ്റെ കവറിൽ അരി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. എൻ്റെ കയ്യിലുള്ള വസ്തു മാത്രമേ നിങ്ങൾക്ക് തരാൻ കഴിയൂ. അപ്പൊ എൻ്റെ കയ്യിൽ ആദ്യം എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് വേണം. ഈ ഡെപ്പോസിറ്റ് എടുക്കേണ്ടത് മെഡിറ്റേഷനിലൂടെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. സ്ഥിരമായ മെഡിറ്റേഷൻ ആണ് ഇതിന്റെ നിയമം. വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിരമായ മെഡിറ്റേഷൻ. ആള് ശുദ്ധമായിരിക്കണം, നിബന്ധന. കാരണം ഒരാളെ ഹീല് ചെയ്യുമ്പോൾ മറ്റൊരു വിധ ചിന്തകളും അയാൾക്ക് വരാൻ പാടില്ല. അത് നമുക്കറിയാമല്ലോ. ഇന്നിപ്പോ മാതാവില്ല, പിതാവില്ല, ഗുരുവും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ ലോകത്ത്, അല്ലേ? ഇന്ന് മാതാവും ഇല്ല, പിതാവും ഇല്ല, ഗുരുവും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ 3 അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഇതിന് നടക്കുള്ളൂ. അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് 3ഉം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, മാതാവിനെയും അംഗീകരിക്കൂല, പിതാവിനെയും അംഗീകരിക്കൂല, ഗുരുനാഥനെയും അംഗീകരിക്കൂല, ദൈവത്തെയും അംഗീകരിക്കൂല എങ്കിൽ ഈ ട്രീറ്റ്മെന്റിന് മുന്നോട്ട് ആരും വരണ്ട, വിജയിക്കൂല. ഇതിന് നല്ല ഒരു വിധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒന്നും ഇറങ്ങണ്ട. നമുക്ക് പറയാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എനർജി ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ശവൻചക്രാസിനെ കുറിച്ച് ശരിക്ക് പഠിക്കുക, അതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക,
അതനുസരിച്ച് കുറച്ചു കാലമെങ്കിലും ജീവിക്കുക. ആ കുറച്ചു കാലമെങ്കിലും ജീവിക്കുമ്പോൾ സ്ഥിരമായ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ എനർജി വെച്ചിട്ട് നമ്മളെ ആദ്യം ഹീൽ ചെയ്തെടുക്കണം. നമ്മളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ സാധിക്കും. നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി അയാളുടെ രോഗം സുഖപ്പെടാൻ. നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാകും അയാളെ മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നമ്മൾ പറയാറില്ല അനുഗ്രഹിച്ചിരിക്കുന്നു, അത് അവർ മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നല്ലല്ലോ അല്ലേ. നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ഗുരുനാഥനൊക്കെ മോനെ നീ നന്നായി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുക. അവർ മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നല്ല, പക്ഷെ അവരെ ആ അനുഗ്രഹം നമുക്ക് എത്രത്തോളം ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നുണ്ട്, അതിൽ അപ്പുറം കൂടുതൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളതിനാണ് ഇതിന്റെ രഹസ്യം. അപ്പോ എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുക? നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്തു, ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷമായി, എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? നമ്മൾ 2 ദിവസം മുമ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം നമുക്ക് നിർബന്ധമായും വേണ്ടി വരും. അതെന്താണ്? സേവേഴ്സിലെ വി വേണം. എന്താണ് വി? സേവേഴ്സിലെ വിശ്വലേഷൻ വേണം. ഈ വിശ്വലേഷനിലൂടെയാണ് ഇത് നേടിയെടുക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കും. എന്താണ് പ്രപഞ്ചം എന്നും അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നും അതിൻ്റെ എനർജി എന്താണെന്നും അതിൻ്റെ ഉള്ളിലുള്ള എനർജി എന്താണെന്നും ആ എനർജി നമ്മളിലേക്ക് എങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിക്കുക എന്നും അങ്ങനെ നമ്മൾ ആ എനർജി കരസ്ഥമാക്കിയതിന് ശേഷം ആ എനർജിയുടെ ഒരു ഫ്ലോയിങ് കയ്യിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുറച്ച് പണിയുണ്ട്. അതായത് നമ്മുടെ 7 ചക്രാസ് ഉണ്ടല്ലോ, ആ തലയിൽ നിന്ന് നെറ്റിത്തടത്തിലേക്ക്, അവിടുന്ന് തൊണ്ടയിലേക്ക്, അവിടുന്ന് നെഞ്ചിലേക്ക് അങ്ങനെ ഇറങ്ങി വരാറുള്ള ആ ഫോഴ്സ് ഇല്ലേ, ആ എനർജി മൂലാധാര ചക്രത്തിലേക്ക് വന്ന് അവിടുന്ന് എല്ലാ ശരീരത്തിലേക്കും പാസ് ചെയ്ത് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നിട്ട് ആ കയ്യിൽ ആ എനർജിയുടെ ഒരു ബോൾ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട്. റൈക്കി എന്ന് യൂട്യൂബിൽ അടിച്ചാലും അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാലൊക്കെ നിങ്ങൾക്ക് ഈ എനർജിയുടെ ചിത്രം കാണാം, ആ ചിത്രങ്ങൾ കാണാം. ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ മറ്റൊരാളെ ഹീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു പവർ, ആ പവറിനെ കുറിച്ച് ശരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവും. എങ്ങനെ അത് ഉണ്ടായി എന്നും എന്താണ് അതിൻ്റെ തുടക്കം എന്നും അതെങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെട്ടു എന്നും നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും ഈ സംഭവത്തിൽ. ഈ റൈക്കി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും, ആ ഒരു പവറിനെ കുറിച്ച്. അതല്ലാതെ നമ്മൾ വെറും സങ്കല്പിക്കുകയല്ല, വെറും വിശ്ലേഷണം മാത്രമല്ല, അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിടുള്ളൂ. ആ ഒരു എനർജി വെച്ച് നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളൊക്കെ ഹീല് ചെയ്യാൻ സാധിക്കും. നമ്മളെ ഹീല് ചെയ്യാം, നമ്മുടെ കുട്ടികളെ ഹീല് ചെയ്യാം, നമ്മുടെ വീട്ടുകാരെ ഹീല് ചെയ്യാം, അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുള്ളവരെ ഹീല് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ആളൊന്ന് പവർ ആകുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഹീലും ചെയ്യാം. ഇപ്പൊ മണിസാർ അവിടെ ഇരുന്നാൽ മതി, ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നർത്ഥം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ? ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, മണിസാറിന് അവിടുന്ന് ഇങ്ങനെ നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ രോഗം സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഓക്കെയാണ്, അത്രക്കും പവറുള്ള ആളാണെങ്കിൽ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറില്ല. ഞാൻ ആളുകളെ പേര് പറഞ്ഞ് വഷളാക്കണില്ല. ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അങ്ങനെ ഇല്ല, ഹീല് ചെയ്യുന്നവര് ഒരുപാട് ആൾക്കാരുണ്ട്. ഫോട്ടോ കണ്ടിട്ട് ഹീല് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ വീഡിയോയിലൂടെ കണ്ടിട്ട് ഹീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. ഞാൻ അവരെ പേര് പറഞ്ഞിട്ട് ഇനി അവർക്കൊരു നമ്മൾ പരസ്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലേ? അപ്പോ അതൊക്കെ അന്വേഷിക്കണമല്ലോ, അന്വേഷിക്കും, കണ്ടെത്തേണ്ടവർ കണ്ടെത്തും. അപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ ഹീൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഹീലിങ്ങിലേക്ക് നമുക്കും എത്തിച്ചേരാൻ സാധിക്കും.
അപ്പോൾ ഈ റൈക്കി എന്ന് പറഞ്ഞ സംഭവത്തിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ റൈക്കി മാഷന്മാരുമായി കണ്ട് സംസാരിച്ച് ഇത് പഠിക്കാവുന്നതാണ്. ഇത് വലിയ വിഷയമൊന്നുമല്ല. നമുക്ക് ശരിക്കും അവർ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിടുള്ളൂ. അത് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇതൊരു എനർജി ട്രീറ്റ്മെന്റ് ആണ്. എനർജിയെ കുറിച്ച് പഠിക്കാനുണ്ട്, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ എനർജി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന് പഠിക്കാനുണ്ട്. അത് ലഭിക്കുന്ന വഴികളുണ്ട്, അത് സ്വരൂപിച്ചെടുക്കേണ്ട രൂപങ്ങളുണ്ട്, അതിനെ മറ്റൊരാളെ ഹീല് ചെയ്യേണ്ട രീതികളുണ്ട്, അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഞാൻ ഒറ്റയടിക്ക് വലിയൊരു തിയറി ഒന്നായിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തതാട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി. അതാണ് സ്പീഡ് കൂടാൻ കാരണം. ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. എന്തായാലും ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്നുള്ളത് വളരെ സന്തോഷമാണ്. നമ്മൾ ഇതിനു മുമ്പും കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുക, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. റൈക്കി, പ്രാണിങ് ഹീലിംഗ്, അതുപോലുള്ള സംഭവം, ഹിപ്നോട്ടിസം, മെന്റലിസം, ഇത്ര സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരൊറ്റ ചുമതല മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ടുനിന്ന, അല്ലെങ്കിൽ ഈ അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും താങ്ക് യു, നന്ദി. താങ്ക് യു മുഫീദ. ഓക്കെ, താങ്ക് യു റസാഖ് സാർ. അപ്പൊ റേക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു ടോപ്പിക് ആണെങ്കിലും സാറ് എന്താ പറയാ കൂടുതലായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? റൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ എന്താ അന്നത്തെ സെഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. ഗുഡ് മോർണിംഗ്, കേൾക്കുന്നുണ്ടോ? പറയാം. ഓരോ സെഷനും നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഇതുവരെ കേട്ടുകളി പോലില്ലാത്ത ഓരോരോ അറിവ് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന റസാഖ് ആദ്യം തന്നെ നന്ദി പറയുന്നു. താങ്ക് യു. വളരെ നല്ല സെഷനായിരുന്നു. കാരണം എന്താ പറയാ, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓരോ സെക്ഷനിലും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത ഓരോ വിഷയങ്ങളും ഈ ലോകത്തുള്ള പല കാര്യങ്ങളുമാണ് സാറ് നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പറഞ്ഞു തരുന്നത്. അതായത് താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു നവാസ് സർ. ഓക്കെ, എല്ലാവർക്കും സിന്ധു മാം പറഞ്ഞോളൂ. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്താ പറയാ, നമുക്ക് കൂടുതല് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പൊ 7th ക്ലാസ് പോലെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരോ ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ടെന്നുള്ള. അപ്പൊ സാർ എന്തായാലും ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളുമായിട്ട് ഇനിയും ഞങ്ങൾക്ക് പുതിയ അറിവ് തന്നുകൊണ്ടിരിക്കണം. ഞങ്ങളെങ്ങനെ റീചാർജ് ഇല്ല. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സിന്ധു മാം. സർ, നല്ല ക്ലാസ് ആയിരുന്നു. നേരത്തെ കേട്ടിട്ടുണ്ട് എങ്കിലും പിന്നെ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. താങ്ക് യു. താങ്ക് യു മൂർത്തി. താങ്ക് യു മൂർത്തി സർ. ഓക്കെ, എല്ലാവർക്കും ഉള്ള ഒരു അവസരമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക. രഞ്ജിത്ത് സർ പറഞ്ഞോളൂ. റേക്കി അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ആഗ്രഹസാധ്യത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി ഹീലിംഗ് ആണ്. ഞാൻ റേക്കിയുടെ ഫസ്റ്റ് അറ്റൈൻമെന്റ് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ റേക്കി നമുക്ക് ഈ എന്ത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും
റേക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് റേക്കി പല തരത്തിലുള്ള റേക്കി ഉണ്ട്. മണി റേക്കി, അനിമൽ റേക്കി, അങ്ങനെ പലതരത്തിലുള്ള റേക്കി ഉണ്ട്. അത് ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ്. റേയും കീം എന്ന് പറയുന്ന ഒരു 2 വേർഡ്സ് ചേർന്നിട്ടുള്ളൊരു ചേർന്നിട്ടാണ് ഈ റേക്കി എന്നുള്ളൊരു എനർജി കൊണ്ടുള്ള ഹീലിംഗ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് റേക്കി തന്നെ പല പല റേക്കി ഈ ഒരു ഹീലിംഗ് ടെക്നിക്ക് പല ആൾക്കാർ പല രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പല മാഷന്മാരുടെ പല ഗുരുക്കന്മാരുടെ രീതിയിലുള്ള റേക്കി ഇപ്പോൾ നിലവിൽ ലോകം മൊത്തം ഉണ്ട്. പക്ഷേ ബേസിക്കലി എനർജി ഹീലിംഗ് ആണ്. അത് ടെക്നിക്സ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ പല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പല പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. ഈ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലാണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഈവൻ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് പോകുന്ന വണ്ടി വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, എനർജി കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. ആക്സിഡൻറ്റോ മറ്റോ ഒക്കെ പറ്റാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് റേക്കി ഉപയോഗിച്ച് നമ്മൾ ആ വണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ എന്ത് പർപ്പസിനും ലോകത്ത് എന്താഗ്രഹമുണ്ടോ അതിനെല്ലാം ഈ റേക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഡെഡിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് വേണ്ടി വരും. ഒരു 21 ദിവസം ഒരു പർട്ടിക്കുലർ രീതിയില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൈവച്ച് റേക്കി എനർജിയെ ആവാഹിക്കുകയാണ് ചെയ്യുക. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അറ്റൈൻമെൻറ്റ് കിട്ടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ അറ്റൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ജീവിതകാലം മൊത്തം നമ്മളത് റേക്കിയുടെ ചാനലായിട്ട് അത് റേക്കി ചാനലാവുക എന്നാണ് പറയുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിൾ ആയിട്ട് വരികയാണ് തീരും. അത് പല മാഷന്മാരും പല ടെക്നിക്കും പല രീതിയിലാണ് ചെയ്യുക. നമ്മൾ ഏത് മാഷിൻ്റെ അണ്ടറിലാണോ ചെയ്യുന്ന ആ പ്രാക്ടീസ് ആ രീതിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഒരുപാട് ചില ആൾക്കാർക്ക് ചില സംഗതികൾ വളരെ സൂട്ടാവും. ആ രീതിക്ക് ഇത് ഉപയോഗപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അസുഖം മാറാൻ വേണ്ടിയിട്ടും മറ്റ് ആഗ്രഹ സാധ്യത്തിനും പല പർപ്പസിനും ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഫലം കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റേക്കി വലിയ സെലിബ്രിറ്റീസ് ഒരുപാട് പേര് റേക്കിയിലൂടെ അവരുടെ ആഗ്രഹ സാധ്യത നേടിയതായിട്ടൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. സംഭവം അതാണ്, എനർജിയെ കുറിച്ച് പഠിക്കുകയാണ്. എനർജിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. എന്താണ് എനർജി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വിഷയമല്ല. ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ സുലഭമാണത്. ഒരുപാട് ടീച്ചേഴ്സ് പല രീതിയിലും പല കാലത്തിലും പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും വിഷയമുള്ള കാര്യമല്ല, ചെയ്യാം. താങ്ക് യു സാർ. എന്തായാലും ഒരു സെക്കൻഡ് ലെവലെങ്കിലും എടുക്കി. ഏതായാലും പോയതല്ലേ ആ യാത്ര. അതുപോലെ തന്നെ ഒറിജിനൽ ക്രിസ്റ്റൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് കയ്യിൽ അണിയുന്നതും നല്ലതാണ്. അതെ, ക്രിസ്റ്റൽ വാങ്ങാൻ അതെ അതെ, നല്ല ഒറിജിനൽ സാധനം കിട്ടിയിട്ട് കയ്യിൽ അണിഞ്ഞാൽ ആ സെക്കൻഡ് ലെവലിലും തേർഡ് ലെവലിലേക്കും നിങ്ങൾ എത്തിപ്പെട്ടോളും. നിങ്ങൾ പോകണമെന്നില്ല, നിങ്ങൾ അവിടെ കൊണ്ടേ ഇട്ടോളും. അതെ, ഓക്കെ, താങ്ക് യു. വേറെ ആര്? ആരാണ്? ക്ലിയർ ആവുന്നില്ല? ഇല്ല. പ്രസാദ് സാറേ, ക്ലിയർ ആവുന്നില്ല? തീരെ റേഞ്ച് ഇല്ല, അതാണ്. ഇപ്പം കുഴപ്പമില്ല. സിന്ധു മാം ഞാന് രഞ്ജിത്ത് സാറിനോട് ഒരു ക്ലാസ് എടുക്കാൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി. അല്ല, റേക്കിയുടെ ക്ലാസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പറയണം ഒരു ദിവസം ഇമേജ്. റേക്കിയുടെ ക്ലാസ് എടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു എലിജിബിലിറ്റി നേടിയ ആളല്ല ഞാൻ. ജസ്റ്റ് അതൊരു അറ്റൈൻമെന്റിൽ എടുത്തു എന്നുള്ളതല്ലാണ്ട്
ഞാൻ അതിൽ അല്ല, ഒരുപാട് ഞാൻ എക്സ്പെർട്ടൈസ് അതല്ല, ഒന്നും നേടി. ഒന്ന് ശ്രമിക്കാൻ വേണ്ടി ഉള്ളത് പറഞ്ഞതാണ്. നമ്മളെ ബി ഉള്ളത് മാജിക്കിലല്ലേ. ഉള്ളത് പറയാം. ഉള്ളത് പറയാൻ അല്ല, ആ, ഏറ്റവും നല്ല ഒന്ന് ബി മാജിക് ആണ്. ശ്രമിക്കൂന്ന് പറഞ്ഞതാണ്. നമുക്കറിയാവുന്ന ഉള്ളത് വിഷയത്തെ പ്രസന്റ് കുറിച്ച്. കേട്ടോ രഞ്ജിത്ത് സാറേ, അറിയുന്ന ഉള്ളത് വിഷയത്തെ പ്രസന്റ് കുറിച്ച് ചെയ്യാൻ കൊണ്ടുപോകാൻ മതി. ഏറ്റവും നല്ലത് ബി ഓ, മാജിക് ആണ്. ആയിക്കോട്ടെ. അതെ അതെ, അത് മനസ്സിലായി, അതെനിക്കത് മനസ്സിലായി. ഓക്കെ ഓക്കെ, റേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം നോക്കാം, ഇഷ്യൂ ഇല്ല. ശരി, തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ. വേറെ ഞാനാ അഖില. ഞാൻ പറയാം സാറേ. പറഞ്ഞോളൂ. ബി മാജിക് പ്ലാറ്റ്ഫോം തന്നെ നമ്മുടെ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളും വാസനകളും ഒക്കെ പുറത്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതാണ് ബി മാജിക്. ആ ബി മാജിക്കിലൂടെ നമുക്ക് പല അറിവുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അറിവിൽ കൂടെ തന്നെ പുതിയ മേഖലകൾ കാണിച്ചു തരുന്ന ഒരാളാണ് റസാഖ് സാറ്. റസാഖ് സാറെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് പുതിയ മേഖലകൾ തേടി പോകാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ തരുകയാണ്. അപ്പൊ റേക്കി ഇപ്പൊ പറഞ്ഞു, അത് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ സ്വയം ക്ലീൻ ആയിട്ട് വേണം മറ്റൊരാൾക്ക് ക്ലീനിങ്ങിന് പോകാനായിട്ട്. നമ്മൾ സ്വയം സുഖപ്പെട്ടിട്ട് വേണം മറ്റൊരാളുടെ അസുഖം മാറാൻ പോകാനായിട്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ നന്നാവണം, നമ്മുടെ മനസ്സ് നന്നാവണം. നമ്മൾ നല്ലൊരു ശുദ്ധ മനസ്സോട് കൂടി ശുദ്ധ മനുഷ്യനായിട്ട് പോകുമ്പോൾ നമുക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവ് നമുക്ക് അപ്പം തന്നെ പകുതി കിട്ടും. ബാക്കി ഈ പറഞ്ഞ ഇപ്പോൾ രഞ്ജിത്ത് സാറും പറഞ്ഞു 21 ഡേയ്സിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് സ്വയം ക്ലീൻ ആവാനായിട്ട്. പല ഈ 7 ചക്രത്തിൽ കൂടെ പോയിട്ട് വേണം ആ 21 ഡേയ്സ് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ സ്വയം നമുക്ക് തോന്നുകയാണ്, നമ്മൾ ഒരു വിധം നന്നായി തോന്നുമ്പോൾ നമുക്ക് മറ്റുള്ളൊരാളെ ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് സ്വയം കിട്ടും. എന്തായാലും ഇതിലൂടെ ഇങ്ങനെ നല്ലൊരു മാർഗം കാണിച്ചു തന്ന റസാഖ് സാറിന് വളരെ വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു വിൻസെന്റ് സാറ്. 7 ചക്രാസ് പഠിച്ച ആളാണ്. രഞ്ജിത്ത് സാറ് റൈക്കി പഠിച്ച ആളാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നവർക്ക് എന്താവും, കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് കയറി പറയാൻ കഴിയും. എന്തായാലും താങ്ക് യു. താങ്ക് യു സാർ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വന്നത്. ഇതിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് കാരണമാണ് വരാൻ സാധിച്ചില്ല. താങ്ക് യു. വേറെ ഷൈനി. മാജിക് മോർണിംഗ് സാർ. പറയൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മറ്റ് പല ക്ലാസ്സുകളിലും പോലെ തന്നെ ഇതും ഒരു പ്രത്യേകതയായിട്ടുള്ള ക്ലാസ്സുകളാണ്. രഹസ്യമായിട്ടുള്ള അറിവുകളാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലെ രഹസ്യമായി കിടക്കുന്ന അറിവുകൾ തന്നെയാണ് പല ക്ലാസ്സുകളിലായിട്ട് റസാഖ് സാർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ശരിയായ ഒരു ഇൻട്രഡക്ഷൻ, കറക്റ്റായിട്ട് വ്യക്തമായ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഉണ്ടായത്. അപ്പൊ റേക്കി എന്താന്ന്, ആർക്കൊക്കെ ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് പ്രസന്റേഷൻ. നമ്മളെ യൂണിവേഴ്സിൽ ഉള്ള അപാരമായിട്ടുള്ള കഴിവുകളെ, അത് നമ്മളെ എനർജികൾ പോസിറ്റീവ് ആകാൻ, നമ്മൾ ആദ്യം പോസിറ്റീവ് ആകുക എന്നുള്ളതാണ്. എന്നിട്ട് മറ്റുള്ള ആ എനർജി മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കുക, കയ്യിൽ ഒരു ഓള രൂപത്തിലാക്കിയിട്ട്. അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ആദ്യം സ്വയം അത് ക്ലീൻ ആകണം. നമ്മളെ 7 ചക്രാസ് മെഡിറ്റേഷന്റെ പ്രശസ്തി കൂടെ ഇന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ട്. അപ്പൊ നമ്മളത് ക്ലീൻ ആകുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ആദ്യം അതായത് ഒരു ആള് നീന്തം പഠിച്ചാലല്ലേ മറ്റുള്ളവരെ ഒന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ, വെള്ളത്തിൽ വീണ ആളെ. അതിലും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും സാറ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ റേക്കി എന്താണെന്ന്, അതിലൂടെ സ്വയം ഹീൽ ചെയ്യാം, മറ്റുള്ളവരെ ഹീൽ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്യും. അത് രോഗത്തിനോ അല്ലെങ്കിൽ മറ്റു പല നമ്മളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്കോ അല്ലെ പ്രശ്നങ്ങൾക്കോ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് ഒരു ശരിയായ ഇൻട്രഡക്ഷൻ ആണ് ഇന്ന് തന്നത്. അത് കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അന്ന് പറഞ്ഞ പോലെ ഈ മെന്റലിസം എന്താണെന്ന്, അല്ലെങ്കിൽ ഈ ഹിപ്നോട്ടിസം എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ ഈ റേക്കി എന്താണെന്നുള്ളതും ഒക്കെ തന്നെ സാറ് വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് ഇത് എന്നാണ്. അപ്പൊ പ്രാണിക്ക് അതിന്റെ കൂടെ തന്നെ പ്രാണിക് ഹീലിങ്ങിന്റെ കാര്യം കൂടി പറഞ്ഞു. ആ ഒറ്റ വാക്കിൽ തന്നെ എന്താണെന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ ടച്ച് ചെയ്യാതെയുള്ള ഒരു ഹീലിംഗ് ആണ്. അപ്പൊ ഹോളിസ്റ്റിക് ഹീലിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് നല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും ഗുണമുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ യഥാർത്ഥ സംഗതികൾ സാറ് പറഞ്ഞപ്പോൾ അതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടി എന്നുള്ളതാണ്. അതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ജപ്പാനീസ് ഇതിനെ മറ്റു പല രീതികളിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ജപ്പാനീസ് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും
ഈ എനർജി വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ജപ്പാനീസ് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നമ്മളൊരു ഇതിലത് നെഗറ്റീവായി പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. താങ്ക് യു. വേറെ ഷാബിന മാം ഒക്കെ ഒന്ന് സംസാരിക്കും. കുറെ ആയില്ലേ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഷാബിന ഷാബിന അല്ലേ? ഷാബിന വന്നോളൂ. ഷാബിന ദോശ ഉണ്ടാക്കാൻ പോയ പോലെ മത്തിൻ കറി ഇവിടെ ഉണ്ട്. ആന്ന് പറഞ്ഞോളി. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടായിരുന്നോ? ഹലോ, ഉണ്ട്, പറഞ്ഞോളൂ. പോയറ്റേ മാം ഓഡിബിൾ ആണ്. കുത്തുനേക്ക് ബേക്കുന്ന ഒരാൾ തള്ളേണ്ടി വരുമോ? ഓക്കെ, കുഴപ്പമില്ല. പോയോ? ബീന മാം ഗുഡ് മോർണിംഗ് റസാഖ് സാർ. പറഞ്ഞോളൂ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ എടുത്തത്. ഞാന് വൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ, പക്ഷെ അത് ഒരു ഹീലിംഗ് സെക്ഷൻ എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഒരു എന്താണ് പറയണ്ട, നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. നല്ലൊരു എന്താ വലിയ ടെൻഷനോട് കൂടിയിട്ടാണ് ഞാൻ പോയതൊക്കെ. ഞാനിത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഫ്രഷ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 4-5 സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ മാഡത്തിൻ്റെ അടുത്ത്. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് പറയാറുമുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോണേ എന്നൊക്കെ. അപ്പോഴെനിക്ക് ഞാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു റൂട്ട് വേ ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ആധികാരികമായിട്ടൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ശരിക്കും. പിന്നെ എനിക്ക് ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കാനൊരു മടിയായിരുന്നു, എങ്ങനെ ചോദിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പം ഇന്ന് റസാഖ് സാറിൻ്റെ ക്ലാസ് ഇരുന്നതോടുകൂടി കുറേ സംശയങ്ങളൊക്കെ തീർന്നു. എന്തായിരുന്നൊരു നല്ലൊരു സെഷനായിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു. റേക്കി ട്രീറ്റ്മെന്റിന് പോയതാണ്, അതല്ലാതെ പഠിക്കാൻ പോയതല്ല. അല്ല, പഠിക്കാനല്ല. എൻ്റെ വീടിനടുത്തായിട്ട് ഒരു മാഡം ഉണ്ട്, എൻ്റെ സെക്ഷനൊക്കെ എടുക്കുന്നത്, എൻ്റെ ഹീലിംഗ് കൊടുക്കുന്ന മാഡം. ക്ലാസ്സും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. പൊതുവെ ഈ ഓറയുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുക, ഓറ ക്ലീൻ ചെയ്യുന്നതോട് കൂടി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ്റ്റി ആക്കാൻ കഴിയും. നല്ലൊരു മാഷാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും ചെയ്യും, സ്പീഡ് കൂടും. ഓരോരുത്തർക്ക് എനർജിയുടെ ഫ്ലോയിങ്ങിനനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ചിരിക്കും പോകുന്നത്. നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ചാണ് അവിടെ സുഖപ്പെടുന്നതും നമ്മുടെ ഉദ്ദേശ കാര്യങ്ങൾ നിറവേറുന്നതൊക്കെ. അതല്ലാതെ അവരെ പ്രശ്നമല്ല എന്ന് ആദ്യം മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സുമായി പോയാൽ തീർച്ചയായിട്ടും ഫലം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, മരുന്നില്ലാതെ. ഓക്കെ, വേറെ സാർ പറയൂ. കോൺസെൻട്രേഷൻ ഇതിന് വേണ്ടേ നന്നായിട്ട്. അതൊക്കെ ഉണ്ടായിക്കോളും. 7 ചക്ര ചെയ്യുമ്പോൾ 1 hour ആവില്ലേ മെഡിറ്റേഷന്? അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ശരിക്ക് 3 മിനിറ്റ് മുതൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും ചുരുക്കിയത് 3 മിനിറ്റ് മുതൽ 3 ദിവസം വരെ ഒരു ചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ വളരെ കൃത്യമായി കിട്ടും.
വിഷ്വലൈസേഷൻ പവർ നല്ല വേണം. അതെ. അപ്പൊ കിട്ടും. ഓക്കെ, താങ്ക് യു. ശരി, വേറെ? ഓക്കെ, താങ്ക് യു ഷൈനി മാം, ബീന മാം. പിന്നെ നമുക്ക് എന്താ റിസൾട്ട് ഇനി ഫീഡ്ബാക്കിന് വെയിറ്റ് ചെയ്യണോ വൈൻഡപ്പ് ചെയ്യണോ? 31 അതിന്റെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഗൂഗിൾ ഫോം ഒക്കെ എല്ലാരും ഫില്ല് ചെയ്യുന്നുണ്ടോ? ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താ അതിന്റെ ഒരു സ്റ്റാറ്റസ്? ഒരു 16 പേര് ആ ഗ്രൂപ്പിലുണ്ട്. ഏകദേശം ഒക്കെ റെഡിയാണ് അല്ലേ മണിസാറെ? ഏകദേശം എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാ തോന്നുന്നുണ്ട് എനിക്ക്. ഇനി അതെങ്ങനെ ചെയ്യാത്തവരുണ്ടോന്ന് ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ. അതിനിപ്പോ ഈ രാവിലത്തെ ഒരു ഇതാണ് സെക്ഷൻ, ഇതാണ് കഴിഞ്ഞാൽ പിന്നെ ആരും കിട്ടണില്ലേ. ഇനിയും കിട്ടൂല, മണിസാറിന് കിട്ടുന്നത് നോക്കാനുള്ള ഒഴിവ് വേണ്ടേ? മണിസാർക്ക് ഭയങ്കര ബിസിയാണ്. ടാസ്ക് എല്ലാവരും ഫോട്ടോ ആയിട്ട് അയക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് അയക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. ടൈം ഒരുപാട് ആയിട്ടുണ്ട്. ഞാനിപ്പോ റൈറ്റ് ടോപ്പിക് ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. പക്ഷെ ഇതിലുള്ള ഒരുപാട് ആളുകൾ അത് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. സോ ഇനിയും റസാഖ് സർ ഇതുപോലുള്ള ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെഷൻ എടുത്ത റസാഖ് സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. മാജിക് മോർണിംഗ്. താങ്ക് യു.